ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താ പൂജ ഇന്നലത്തെ വീഡിയോ തന്നെയാണ് ഇന്നും അറിയാണ്ട് ഇട്ട് വരുന്ന ആരും വിചാരിക്കേണ്ട. അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഞാൻ എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്നാൽ ഒരുവിധപ്പെട്ട ആളുകൾക്കൊന്നും മനസ്സിലായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ 4:30 ഞാനും എൻ്റെ ഒന്നിച്ച് ഷികേച്ചിയാണുള്ളത്. നമ്മൾ 2 പേരും കൂടിയിട്ട് കാസർഗോഡേക്ക് പോകുന്നത്. അങ്ങനെ 4:30 ട്രെയിൻ ലേറ്റായിട്ട് ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അങ്ങനെ എന്താ പറയുക, രാവിലത്തെ ഒരു കാലാവസ്ഥയിൽ ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. അങ്ങനെ കുളിച്ച് സുന്ദരികളായി നമ്മൾ ട്രെയിന് കാത്തിരിക്കുവാണ്. അങ്ങനെ പിന്നെ ട്രെയിനിൽ കയറി. അപ്പോൾ യാത്രയിലുടനീളം നമുക്കുള്ള ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും തനിച്ച് ആദ്യമായിട്ടാണ് ഇത്ര ദൂരത്തേക്ക് യാത്ര പോകുന്നത്. അതിലുപരി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ കാസർഗോഡേക്ക് ഇങ്ങനെ ഒരു കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച് എന്തായാലും പോകുന്നതല്ല, അപ്പോൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടി എന്തായാലും കണ്ടേക്കാം. അങ്ങനെ നമ്മൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ടും അല്ലാതെയൊക്കെ നോക്കിയപ്പോൾ നമ്മൾ രണ്ടാളും കൂടി എന്നാൽ പോകാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചൊരു സ്ഥലമാണ് സ്വാമി നിത്യാനന്ദൻ്റെ ഗുരുവനം എന്ന് പറഞ്ഞ സ്ഥലം. കാസർഗോട്ടുകാർ എല്ലാവർക്കും ചിലപ്പം അറിയായിരിക്കും. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒന്നാമത് പ്ലാൻ ചെയ്ത കാര്യം രാവിലെ പ്ലാൻ ചെയ്ത കാര്യം ഇതുകൊണ്ടാണ്. രാവിലെ ആയിരിക്കും അവിടെ പോയാൽ ഇത്തിരി കൂടി ഭംഗി കൂടുതലെന്ന് നമുക്ക് തോന്നി. പിന്നെ അത് കൂടാണ്ട് എന്താ പറയണ്ടേ, നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് അടുത്തുള്ള സ്ഥലം അതാണെന്നും മനസ്സിലായി. എന്നാൽ മാത്രമേ നമുക്ക് കല്യാണം കൂടാനും എളുപ്പത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ച്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയണ്ടേ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് കാസർഗോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ സ്വാമി നിത്യാനന്ദനെ പറ്റിയിട്ട് അങ്ങനെ ആധികാരികമായിട്ട് ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല. കാരണം എനിക്കങ്ങനെ വലിയ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുമുട്ടിയ ഒരു ആളുണ്ട്, അദ്ദേഹം പറഞ്ഞതും അതുപോലെ അല്ലാണ്ട് ഞാൻ ശേഖരിച്ചുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഞാൻ ഇട്ട വീഡിയോകളിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തതയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പല കാഴ്ചകളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് പോകും തോറും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പോലത്തെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ അവിടെ ഒരു അങ്കിളിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ 1 രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഓട്ടോന് കയറിയിട്ടുണ്ട്. അപ്പം റെയിൽവേ സ്റ്റേഷന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഈ ഗുരുവനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 160 രൂപയാണ് കേട്ടോ പൈസ വരുന്നത് ഓട്ടോന് പോകുമ്പം. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ബസ്സിനെ പറ്റി വലിയ വിവരങ്ങൾ നമുക്കറിയാത്തത് കൊണ്ടും നമ്മൾ വിചാരിച്ച് എന്തായാലും കംഫർട്ടബിൾ ഓട്ടോ തന്നെയാണ്. അപ്പം രാവിലെ വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇതുവരെ വേറെ ഭക്ഷണമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ അവിടെ എത്തുന്നത് വരെയുള്ള ആ ഒരു ആകാംക്ഷയില്ല, അത് നമുക്ക് രണ്ടാൾക്കും നല്ലതുപോലെ ഉണ്ടായിന്. അങ്ങനെ പല പല കാഴ്ചകളും കണ്ടിട്ടാണ് നമ്മൾ രണ്ടാളും പോകുന്നത് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ കേട്ടോ. ആ രാവിലത്തെ ആ ഒരു സൂര്യൻ്റെ ആ വെളിച്ചവും എല്ലാം കൂടി മൊത്തത്തിൽ നല്ല വൈബായിരുന്നു കേട്ടോ.
അപ്പം അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പാടങ്ങളും സത്യം പറഞ്ഞാൽ അവിടെ രണ്ട് സൈഡിലും നല്ല വലിയ പാടങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ ചെടികൾ വന്നിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അത്രയ്ക്ക് അങ്ങോട്ട് വീഡിയോ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. പക്ഷേ നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായ പ്ലേസാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഗുരുവൻ എന്ന് പറയുന്നത് സ്വാമി നിത്യാനന്ദ തപസ്സിരുന്ന സ്ഥലമാണ്. അങ്ങനെ അവിടെ ഒരു ക്ഷേത്രം പിന്നെ പണിത് വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ പുലർച്ചെ 4 മണി മുതൽ ഉച്ച 12 മണി വരെയാണ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 5:30 ആവും ഓപ്പൺ ആവാൻ കേട്ടോ. അപ്പോൾ വനത്തിനുള്ളിലൊരു നിശബ്ദ ക്ഷേത്രം എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സ്വാമി നിത്യാനന്ദൻ്റെ ഈ ഒരു ക്ഷേത്രത്തിന്. അപ്പോൾ ഓട്ടോക്കാരൻ നമ്മളെ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇറക്കി തന്നത്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി പോകില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് നമ്മളൊരു കോലായിട്ടുണ്ടായിരുന്നു. വേറൊന്നല്ല, എൻ്റെ ഈ കുഞ്ഞുമുടി വന്നത് തെച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി പുറകിലേക്കാക്കി. അപ്പോൾ ആരെയും ഒരു മനുഷ്യനെ അവിടെ കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അതിൻ്റെ സൈഡിലായിട്ടൊരു നോർമൽ ഒരു ബിൽഡിങ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എന്തോ ഹിന്ദി പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്കൊന്ന് വാടക കൊടുക്കുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. അതായത് ഇതിൻ്റെ പുറത്ത് കേട്ടോ, ഗേറ്റിന് പുറത്ത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കടക്കുവാണേ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. എന്തോ ഒരു പോസിറ്റീവ്നെസ്സാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കയറുമ്പം തന്നെ കിട്ടുക. അത് അനുഭവിച്ചറിയ തന്നെ വേണം കേട്ടോ. നമ്മൾ കയറുമ്പം എന്നല്ല അങ്ങോട്ട് ഉടനീളം ഇനി മൊത്തം സൈലൻ്റ് ആയിരിക്കും. ഒന്നും വേറെ ഒരു വാഹനത്തിൻ്റെ ശബ്ദം ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 45 ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു ഗുരുവനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ, മുഴുവൻ മരങ്ങളും ചെടികളും കാടുകളും ഇങ്ങനെ പലതരം പൂക്കളും പിന്നെ നമുക്ക് കേൾക്കാൻ പറ്റുക ബാക്കിയുള്ള പക്ഷികളെയും അങ്ങനത്തെ കിളികളെയും അങ്ങനത്തെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ കേട്ടോ. ഈവൻ നമ്മൾ പോലും അത്ഭുതപ്പെട്ട് ചുറ്റിലും നോക്കി നിൽക്കുക എന്നല്ലാണ്ട് നമുക്ക് വരെ എന്താ തമ്മിൽ സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. കാരണം അതുപോലെ നമുക്ക് എന്താ പറയുക മനസ്സിനൊരു കുളിർമ തരിക എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നില്ല ഈ ഒരു ഇതൊന്നുമല്ല അവിടെ നമ്മൾ നേരിട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുക കേട്ടോ. അത്രയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെയും നോക്കുമ്പോൾ ഒരു നല്ലൊരു വയലറ്റ് പൂവ് ഞാൻ കണ്ടത്. അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. അതെൻ്റെ വീഡിയോയിൽ ശരിക്കും കിട്ടിയെന്ന് എനിക്കറിയില്ല. കേട്ടോ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല വയലറ്റ് കളർ പൂവ് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ട അതിൻ്റെ അപ്പുറവും ആ ഒരു സൈഡും ഈ ഒരു സൈഡും അതുപോലെ ആ ഒരു പൂവ് ഇങ്ങനെ നല്ല രീതിയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം രാവിലത്തെ ആ ഒരു ഫ്രഷ് എന്ന് പറയൂല, അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കണ്ട ആ സൈഡിലേക്ക് അങ്ങോട്ടെല്ലാം നമുക്ക് ഈ പാറ ഗുഹ പോലത്തെ സംഭവങ്ങൾ അതെല്ലാം കാണാൻ പറ്റേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ മൊത്തം കാടാണ് സംഭവം. അതിൻ്റെ നടുവ് കൂടി ഇതുപോലൊരു വഴിയും കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പശുക്കളെ ഇവിടെ വളർത്തിയിട്ടുണ്ടായിന്. അപ്പം അങ്ങനെ വന്നൊരു ഒരു കെട്ടിടമാണ് കേട്ടോ അത്. അപ്പം ഈ ഒരു മരം കണ്ടാ നിങ്ങൾ, ഞാനിങ്ങനെ വായു തുറന്ന് നിന്ന് പോയി കേട്ടോ. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ മൂടിയിട്ട് പ്രകൃതി നിൽക്കുകയെന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു അവിടെ പോയപ്പോൾ. അപ്പോഴാണ് അവിടെ ഒരു ഓട്ടോ നിർത്തിയത് കണ്ടത്. പിന്നെ അപ്പോഴാണ് ചെറിയൊരു സമാധാനമായതെന്ന് പറയാം കേട്ടോ. കാരണം മൊത്തം കാടിൻ്റെ നടുക്ക് ആരും ഉണ്ടായില്ല, ഞാനും ശിഖേച്ചിയും മാത്രം. അപ്പം മനസ്സിലായി ഉള്ളിൽ ക്ഷേത്രത്തിൽ ആരൊക്കെയോ വന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്കിതാ ഇതുപോലെ ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. അതായത് അവിടെ വിസിറ്റേഴ്സിനുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അവിടെ പോകാൻ പാടില്ല. സംഭവം ഒരു ആശ്രമമാണ് കേട്ടോ.
പുകവലിക്കാൻ പാടില്ല, അതുപോലെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല, പിന്നെ അവിടെ കിടന്ന് ഉറങ്ങാനോ അങ്ങനെയൊന്നും പാടില്ല, അതുപോലെ തുപ്പാനോ അങ്ങനെയൊന്നും പാടില്ല എന്നുള്ള നല്ലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം അവരാ പ്രകൃതിനെയും ആ ഒരു ദേശം ഈ ഒരു 45 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ആ കാട് എങ്ങനെയാണോ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ സംഭവങ്ങളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പം കണ്ടതാണ് ഒരു മാവ് നിറച്ചും മാങ്ങകൾ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പ്രവേശിക്കുന്ന ഒരു കവാടം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നത് പോലത്തെ ഒരു ചെറിയൊരു വീട് കേട്ടോ. അപ്പോൾ ഇത് എന്താ സംഭവം എന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾ വെറുതെ പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഓം എന്നൊക്കെ എഴുതിയിട്ടുള്ള നല്ലൊരു വീട് കേട്ടോ. എന്നാൽ ഉള്ളിലാരും ഇല്ലയെന്ന് തോന്നുന്നു, മൊത്തം അടച്ചു പൂട്ടിയിട്ടാണ് ഉണ്ടായത് കേട്ടോ. പണ്ട് നമുക്ക് വീട്ടിൽ കോളിംഗ് ബെല്ലൊന്നും ഉണ്ടാവില്ലല്ലോ, പകരം എന്താ മണിയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുപോലൊരു മണിയും അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമുക്കിങ്ങനെ ആകാംക്ഷ കൂടി കൂടി വരുവാണ് കേട്ടോ. ഇനിയെന്താ മുന്നിൽ കാണാമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ആ രാവിലത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് സ്വാമി നിത്യാനന്ദൻ്റെ ശിഷ്യനാണ് കേട്ടോ. അപ്പം അവരെയും അവിടെ മാലയിട്ടിട്ട് ഇങ്ങനെ പൂജിക്കാൻ വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവൊക്കെ താഴെ കാണുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നമ്മൾ നോക്കുമ്പം ചെറിയൊരു കിണർ കണ്ട കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുവന്നേ. വലിയൊരു കറിവേപ്പില മരയിലുണ്ടായിന് കേട്ടോ അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ അന്ന് നല്ല മണ്ണടിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മുല്ലപ്പൂ കണ്ടത് കേട്ടോ. മുല്ലപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മണപ്പിച്ച് നോക്കി, നല്ല മണം ഉണ്ടായിന്. അപ്പോൾ ഞാനതെടുത്തിട്ട് വേഗം തന്നെ തലയിൽ വെച്ച് കേട്ടോ. പിന്നെ ഞാനൊരു കിണറ്റിലേക്ക് എത്തി നോക്കുന്നത് കണ്ടിട്ടില്ലേ, ഇതുപോലെ ഒരു കുഞ്ഞു കിണറാണ്. അതിൻ്റെ മുകളിൽ വരെ വെള്ളമുണ്ട്. ആകെ 2 പട മാത്രമേ വെള്ളം ഇല്ലാത്തതുള്ളൂ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയും വേനൽക്കാലത്തും ഈ ചൂട്ടിലും ഇത്രയധികം വെള്ളമുള്ള കിണർ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. അതിൽ കുറേ തവളകളുണ്ടായിനെ കണ്ട. തവള ഇതിൻ്റെ കരയിൽ ഇങ്ങനെ ചുറ്റിലിരിക്കുന്നുണ്ട് ആ തവള. പിന്നെ നമ്മളെ പഴയ കാലത്തിന് ഓർമ്മിപ്പിക്കുന്ന ഒരു കുടവും അവിടെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് നീങ്ങുവാണ് അടുത്ത അത്ഭുതം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ സൈഡുകളിൽ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ നിശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വായടച്ച് നിന്നാൽ മാത്രമേ അവിടുത്തെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ലേ, മൊത്തം എന്താ പറയുക, ഈ ചെടികളും ഈ വൃക്ഷങ്ങളും എല്ലാം കൂടി നമ്മളെ പൊതിഞ്ഞിട്ട് അത്രയും നമ്മളെ സെക്യൂർ ആക്കിയിട്ട് വെച്ച പോലെ അവിടെ പോയാൽ ഉണ്ടാവുക. പിന്നെ നമുക്ക് കൂട്ടിന് കുറേ പക്ഷികളെയും കിളികളെയും ഇങ്ങനെ നാദവും കേൾക്കാം കേട്ടോ.
അപ്പോൾ സൈഡിൽ കണ്ടില്ലേ ഒരുപാട് കവുങ്ങും തോട്ടം കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ നടുക്ക് കൂടി വെള്ളം ഒഴുകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത കാഴ്ച തേടിയിട്ട് നടന്ന് നീങ്ങുവാണ്. അതിൻ്റെ നടുക്കിതാ നല്ലൊരു പഴുത്ത ചക്കയും വീണ് കിടക്കുന്നുണ്ടായി കേട്ടോ. ആ പ്ലാവിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും 2-3 ചക്കകൾ അതുപോലെ നമ്മൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ എന്താ പറയുക, ഒരു സൂര്യകിരണത്തിന് പോലും വേറെ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ സ്വാമി നിത്യാനന്ദൻ്റെ ആശ്രമം അല്ലെങ്കിൽ അമ്പലം, അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതുപോലെ കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെയും നമ്മളെ പ്രകൃതിൻ്റെ ഭംഗിക്ക് ഒരു കുറവുമില്ല, ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ല, എല്ലാം അതുപോലെ. അങ്ങനെ നമ്മൾ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവാന്ന് കേട്ടോ. അവിടുത്തെ ഓരോ അടി വെക്കുമ്പോൾ നമ്മളിനി മുന്നിൽ എന്തത്ഭുതം എന്താ കാണാനുള്ളത് എന്നുള്ള ആകാംക്ഷയിലാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് അവിടെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ വെറുതെ പറയും. ഈ ഒരു സ്ഥലത്ത് നമ്മളങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴായിരുന്നു ആരോ പണ്ട് ഉപേക്ഷിച്ച് വെച്ചിട്ട് പോയത് ഒരു മുല്ലമാല അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ ഇതുവരെ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ ആശ്രമം അല്ലെങ്കിൽ അമ്പലമാണ് കേട്ടോ. അപ്പം അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് അവിടുത്തെ സ്വാമീനെ കണ്ട് അദ്ദേഹത്തോട് അനുവാദം വാങ്ങിയിട്ടാണ് ഈ ഒരു വീഡിയോ പിന്നീട് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പം നമുക്ക് നല്ല ഒരു അമ്പലമാണോ താമരയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അത് പിന്നെ ചോദിച്ചിട്ടുമില്ല. അവിടെ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു, വിരിയാൻ പോകുന്ന ചെറിയ മൊട്ടുണ്ടായിരുന്നു, അങ്ങനെ കണ്ടു കേട്ടോ. അപ്പം അങ്ങനെയും ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം അതിൽ നിന്ന് ഒരു ദളം താനെന്നെ പൊഴിഞ്ഞ് നിലത്തേക്ക് വീണ് കേട്ടോ. എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിപ്പോയി അത് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ശിഖേച്ചിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് വേണം നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ സൂര്യന് പോലും എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പിന്നെ ഈ പശുവിൻ്റെ വായിൽ നിന്ന് വെള്ളം വീഴുന്നത് കണ്ടോ. സ്വാമി നിത്യാനന്ദ ഇവിടെ തപസ്സിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വെള്ളത്തിൻ്റെ സ്രോതസ്സ് അവിടെ കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു പാറയിൽ പോയിട്ട് കൈ ഇങ്ങനെ അടിച്ച സമയത്ത് അവിടുന്ന് വന്ന വെള്ളമാണ് പോലും ഇത്. അപ്പം നമ്മളിപ്പോൾ വിശ്വാസപ്രകാരം പറയുകയാണെങ്കിൽ ഗംഗാനദിയിലെ വെള്ളം അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പം ഇത് 365 ദിവസവും ഇവിടെ ഒഴുകുന്ന വെള്ളം, ഒരിക്കലും വറ്റാത്തതും ഒരിക്കലും ഒരു മോശം വരാത്തതുമായ വെള്ളമാണ് കേട്ടോ. അത് പഞ്ചലോഹ വിഗ്രഹത്തിലുണ്ടാക്കിയ സ്വാമി നിത്യാനന്ദ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ചെറുപ്പത്തിലേ ഉണ്ടായ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ.
ടോട്ടൽ 44 കരിങ്കല്ലിൻ്റെ തൂണുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് വായിക്കാനായിട്ട് ഒരുപാട് പുസ്തകങ്ങളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ നിത്യാനന്ദൻ്റെ പ്രതിഷ്ഠ കൂടാണ്ട് ഇവിടെ മലവീരൻ്റെ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അങ്ങോട്ടേക്ക് മുഴുവനും കാട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒറ്റകോൺ ഷേപ്പിൽ നിങ്ങൾക്കൊരു ഇത് കാണാൻ പറ്റും. അത് വന്നിട്ട് നമ്മളെ നിത്യാനന്ദ അവിടെ വന്ന് തപസ്സിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മളെ അഷ്ടസിദ്ധി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അഷ്ടസിദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്നതല്ല, എല്ലാ ഋഷിമാർക്കും മുനിമാർക്കും കിട്ടുന്നതല്ല അഷ്ടസിദ്ധി. അതായത് 8 സിദ്ധികൾ. അതിൽ ചിലർക്ക് 1, 2 കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളെ നിത്യാനന്ദക്ക് അഷ്ടസിദ്ധി കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ദേവന്മാരൊക്കെ നമ്മൾ ഇങ്ങനെ പുരാണത്തിലൊക്കെ കണ്ടിട്ടില്ലേ, പ്രത്യക്ഷപ്പെടാനും അതുപോലെ മായാനും അതുപോലെ വലുതാവാനും ചെറുതാവാനും ഒക്കെ സാധിക്കും. അപ്പം ആ ഒരു കഴിവ് സ്വാമി നിത്യാനന്ദക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ആ അഷ്ടസിദ്ധീനെ അവിടെ സ്ഥാപിച്ച്, അതായത് ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. അനിമ, ലഘിമ, ഗരിമ, മഹിമ, പ്രാപ്തി, പ്രാഗാത്മ്യം, വശിത്വം, ഈശ്വത്വം, ഇത്രയാണ് ആ അഷ്ടസിദ്ധികൾ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടുത്തെ സ്വാമി നമുക്ക് ഒരു പേരക്ക തന്നത് കേട്ടോ. എനിക്കും ശിഖേച്ച് കോലൊന്ന് അവിടുത്തെ ഗംഗാതീർത്ഥത്തിൽ കഴുകിയിട്ട് നമുക്ക് തന്നെ. ഇതുവരെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ അവിടുന്ന്. അപ്പോൾ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഇതുപോലെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ സ്വാമി ഉണ്ടാക്കിയ ഒരു ഗുഹ നമുക്ക് കാണാൻ പറ്റും, അതും കൂടി കണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുവാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറാനൊരു പേടി കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് പകുതി വരെ പോയവരുണ്ട്. അത്ര ഭാഗം മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് കയറുമ്പം വെളിച്ചത്തിൽ കാണാൻ പറ്റുന്നതുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഇതിന് പുറമെ അപ്പുറത്ത് സ്റ്റെപ്പ് ഉണ്ട്, നമ്മൾ പിന്നെയാണ് കേട്ടോ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവിടെ നിന്ന് ചെരുപ്പൊക്കെ ഇട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ കയ്യിലുള്ള നമ്മളെ പേരൊക്കെ ഒന്ന് രുചിച്ച് നോക്കാമെന്ന് വിചാരിച്ച് കടിച്ചതാണ്. തേനിൻ്റെ മധുരം കേട്ടോ. ഇത് ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ഇട്ട ഒരു എക്സ്പ്രഷൻ അല്ല, ശരിക്കും ഉള്ളിൽ നിന്ന് വന്നതാണ്. അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയണ്ടേ, അറിയാണ്ട് തന്നെ അങ്ങനെ കടിച്ച് തിന്ന് പോകുകയാണ് കേട്ടോ. നമ്മളിപ്പം സാധാരണ കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ ഒരു വെള്ളങ്കേരിയ സൈസ് കുറച്ച് മധുരമുള്ളത് അങ്ങനത്തെയല്ലേ നമുക്ക് കിട്ടുക. ഇത് പക്ഷേ ഒന്നും പറയണ്ട, എന്നാൽ പറയാൻ തന്നെ വാക്കില്ല എന്ന് പറയാം. അത്രക്കും മധുരമുള്ളൊരു വേറെ എന്തോ നമുക്കൊരു കഞ്ഞി കിട്ടൂലേ, അതുപോലത്തെ ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ അവിടെ നമ്മൾ ചന്ദനമൊക്കെ തൊട്ടിട്ടാണ് ഇറങ്ങിയത്. അവിടെ ഭണ്ണാരുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാന്ന് കേട്ടോ. വേറെ തന്നെ നമ്മളെ മൈൻഡ് ഒരു പീസ്ഫുൾ ആവുകയെന്ന് പറയില്ലേ, അതുപോലെയാണ് അവിടെ പോയപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ശിഖേച്ചി ഇങ്ങനെ പറയുമായിരുന്നു, പിന്നെ എന്താ പറയുക, എന്തോ ഒരു സുഖം അവിടെ എത്തിയിട്ട് എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോഴാണ് അവിടെ ക്ലീനിങ്ങൊക്കെ ചെയ്യുന്ന ഒരാളുടെ അവർ വന്നത്. അപ്പം നമുക്ക് അവിടുന്ന് രുദ്രാക്ഷം ഇല്ലേ, ഒറിജിനൽ രുദ്രാക്ഷം, അത് തന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതിൻ്റെ തോൽ അങ്ങനെ കളഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിലാണ് രുദ്രാക്ഷം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ രുദ്രാക്ഷം 2 ടൈപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്, 1 മുഖമുള്ളതും 5 മുഖമുള്ളതും. ഇതിപ്പം 5 മുഖം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ തലശ്ശേരിയിൽ നിന്ന് വരുവാന്ന്, ഇങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് വന്നപ്പം ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അവർ പുതിയ പൂവൊക്കെ അവിടെ ആ നമ്മളെ നിത്യാനന്ദൻ്റെ ശിഷ്യന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നമ്മളെ സ്വാമി നിത്യാനന്ദൻ്റെ ഒരു ഫോട്ടോയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവർ ഓട്ടോ വന്ന് ഓടിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കയറിപ്പോകുന്ന സമയത്ത് നിങ്ങളൊരു ഓട്ടോ കണ്ടിട്ടില്ലേ, വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ അത് ഇവരെ ഓട്ടോ ആയിരുന്നു കേട്ടോ. അപ്പം വേറൊരു ഓട്ടോ ഒന്നും ആ സൈഡിൽ കാണുന്നതാണ് അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ്. ഒരു ഓട്ടോ പോലും ഞായറാഴ്ച ആയിട്ട് അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമുക്ക് അവിടുന്ന് കുറച്ച് മാങ്ങയെല്ലാം തന്നിട്ടുണ്ടായിന്. അപ്പോൾ അവരിങ്ങനെ ഓട്ടോ പോകുന്നതിൻ്റെ നടുക്ക് കംപ്ലീറ്റ് നമുക്ക് ഈ നിത്യാനന്ദൻ്റെ സ്റ്റോറീസാണ് പറഞ്ഞിരുന്നുണ്ടായിരുന്നത് കേട്ടോ. പലർക്കും അവിടെ വന്നിട്ടുണ്ടായ ഓരോ അനുഭവങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് പറഞ്ഞു തന്നത്.
പിന്നെ നമ്മൾ നേരെ പോയത് എന്താ കല്യാണത്തിനൊക്കെയാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തോ ഒരുപാട് സന്തോഷമായി അവിടെ പോയി വന്നതിന് ശേഷം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം അവർ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം ഗുരുവായൂരെല്ലാം പോവുകയാണെങ്കിൽ നമുക്ക് പൊതുവെ ഒരു വിശ്വാസപ്രകാരം നമ്മളിങ്ങനെ പറയില്ല, കണ്ണും വിളിച്ചാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതുപോലെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞത് കേട്ടോ. അവർ തന്നെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, എന്നാലും നിങ്ങളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്, അതാ ചോദിക്കുന്നവർ. അവിടെ അധികവും ഈ വലിയ വലിയ പൈസക്കാർ, കോടീശ്വരന്മാർ, സമ്പന്നർ, ബിസിനസ് അങ്ങനെയുള്ളവർ മാത്രമാണ് പോലും അവിടെ പോകല കേട്ടോ. സാധാരണക്കാർ അവിടെ പോകൽ വളരെ കുറവാണെന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ അത് കൂടാണ്ട് അവിടുന്ന് നമ്മളെ പേരക്കയും മാങ്ങയെല്ലാം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അവർ പറയാം ഇതിന് ഒരു ഭാഗ്യം വേണമെന്ന് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെ പോയിട്ട്. നമ്മൾ വീഡിയോയിലെല്ലാം കാണുന്നതിനേക്കാളുപരി എന്തോ ഒരു ഇതവിടെ ഉണ്ട് കേട്ടോ. അവർ പറയുന്നുണ്ടായിന് അമാവാസി നാളൊക്കെ രാത്രി ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം വേറെ തന്നെ ഒരു എന്തോ ഒരു ഇതാണ്, എന്താ പറയുക, എന്തോ ഒരു പോസിറ്റീവാണെന്ന് അവർ പറയുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോയിൽ നിന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ തന്നെയാണല്ലേ ഇത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.